ഇതാ ഒരു ഷവർമ വാങ്ങിയിട്ടുണ്ട് 140 രൂപയുടെ. ഇത് എന്താ പറയുക, ഇതാണ് കേട്ടോ നമ്മൾ ഓണത്തിന് വാങ്ങിയ ഫ്രിഡ്ജാണ് കേട്ടോ. ഇത് സേതുവിൻ്റെ അത്രയും പൊക്കമുണ്ട് കേട്ടോ, നല്ല ഹൈറ്റാണ്, ബോഷിൻ്റെ ആണ്. പിന്നെ അതാ ഗ്ലൗസ് ഉണ്ട്, നല്ല ഭംഗിയുണ്ട്. അപ്പൊ നമ്മൾ പോത്തീസി പോയിട്ടുണ്ടായി, പക്ഷെ അവര് വീഡിയോ എടുക്കാനായിട്ട് സമ്മതിക്കുന്നുണ്ടായില്ല. കയറി ചെന്നപ്പോ തന്നെ സെക്യൂരിറ്റി പറഞ്ഞ് വീഡിയോ എടുക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് അകത്ത് ചെന്നിട്ടും പറഞ്ഞ് വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞായിരുന്നു. കുറേ സാരീസ് ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ പോത്തീസിൽ ഒരുപാട് ഓണത്തിനൊക്കെ നമ്മുടെ പച്ചക്കറി വെച്ച് ആകെ കിക്കായിട്ടിരിക്കണല്ലോ. അപ്പൊ ആ കിക്കൊന്ന് മാറാനായിട്ട് ഇതാ ഒരു ഷവർമ വാങ്ങിയിട്ടുണ്ട്. 140 രൂപയുടെ ഷവർമയാണ് കേട്ടോ നമ്മൾ വാങ്ങിയേക്കുന്നത്. ഒരുപാട് നാളായി 140 രൂപയുടെ ഷവർമയൊക്കെ കഴിച്ചിട്ട്. ഞങ്ങൾ എപ്പോഴും വീടിൻ്റെ അടുത്തുള്ള ഷവർമയാണ് കഴിക്കാറ് കേട്ടോ. 70 രൂപയുടെ ഷവർമയാണ് കഴിക്കാറ്. അതും അത്യാവശ്യം നല്ല ഫില്ലിംഗ് ആണ്. അപ്പോൾ ഇതും അതിനേക്കാൾ ഫില്ലിംഗ് ആവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഷോപ്പിൽ നിന്നാണ് കേട്ടോ ഇത് വാങ്ങിയത്. അപ്പോൾ ഞാനിത് കഴിക്കട്ടെ. അപ്പോൾ നിങ്ങൾ പോയിട്ട് ഞാൻ ഈ ഷവർമ വാങ്ങാൻ പോയതും ഞാൻ പിന്നെ പോത്തീസി പോയിട്ടുണ്ടായി. അപ്പോൾ ആ വീഡിയോ ഒക്കെ നിങ്ങളൊന്ന് കണ്ടിട്ട് വരൂ. അപ്പോഴത്തേക്കും ഞാൻ ഈ ഷവർമ ഒന്ന് തീർക്കട്ടെ. പറഞ്ഞോടി. ഷവർമ വാങ്ങാൻ പോവാ. ഇവിടെ നിന്നാണ് വാങ്ങുന്നത്. ഹാജി അത്ര അറിയുള്ളൂ. അപ്പൊ നമുക്ക് അകത്ത് പോയിട്ട് ഓർഡർ ചെയ്തിട്ട് വരാം. നമ്മള് വീട്ടിൽ പോയിട്ടല്ലേ കഴിക്കണേ. സാധാ ഷവർമ നോർമൽ ചിക്കനാ. എന്താക്കി ഐസ്ക്രീമിന്റെ തരാമോ? അപ്പൊ ഐശ്വര്യ വാങ്ങിയത് ചില കാര്യങ്ങൾ ഞങ്ങളപ്പോ എ സിയിൽ പുറത്ത് നിൽക്കാന്നാ വിചാരിച്ചു. ഭയങ്കര ചൂടാണ്, അകത്ത് തന്നെ വെയിറ്റ് ചെയ്യാം. അതായത് നമ്മൾ അന്ന് ഇവിടുന്ന് ഒരു ഡ്രിങ്ക് ഒക്കെ കുടിച്ചില്ലേ, ഇത് സ്പെഷ്യൽ ഡ്രിങ്ക്. ഇന്ന് വേറെ ഒന്നും വാങ്ങില്ല. പക്ഷെ ഇവിടെ ആരും ഇല്ലെന്ന് വെച്ചാൽ ഓണം കഴിഞ്ഞതിൻ്റെ ആണല്ലോ. ലച്ചുവിനാണെങ്കിൽ വിശന്നിട്ട് വയ്യ. ലച്ചുവോട് വിശക്കണം എന്ന് പറഞ്ഞില്ല. സമയം ഇപ്പോൾ 7:15 ഇന്ന് ബിഗ് ബോസ് കാണണം. ഇന്ന് ഞാൻ ചെയ്തണ്ട കൂടെ പോണില്ല. ഞാൻ ഒരു ഇത് പറയാനുണ്ടായി, വീഡിയോ എടുത്ത ബ്ലൗസിൻ്റെ ഒരു കാര്യം പറയാനുണ്ടായി. ബ്ലൗസ് ബ്രൊക്കേഡ് എന്നാ പറഞ്ഞത്, അത് ഇടരുത് കേട്ടോ. ഡിസൈനർ ബ്ലൗസാണ്, മാറിപ്പോയി പറഞ്ഞത്. അത് കഴിഞ്ഞപ്പോഴാ ഓർത്തത്. എങ്ങനെയുണ്ട് ഈ നെയിൽ പോളിഷ്? എന്താ ഈ നെയിൽ പോളിഷ്? ജർമ്മനിയിൽ നിന്നുള്ള നെയിൽ പോളിഷാണ് കേട്ടോ. അനിയത്തിയുടെ ഫ്രണ്ട് ജർമ്മനി പോയിട്ടുണ്ടായി. അപ്പോൾ ഒരുപാട് നെയിൽ പോളിഷ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കാണുന്നുണ്ട്, ഈ കളർ തന്നെയാണോ? കിട്ടുന്നുണ്ടോ? ഇതേ ഇവിടുത്തെ നെയിൽ പോളിഷൊന്നും അല്ല. ഇവിടുത്തെ നെയിൽ പോളിഷ് അല്ല കേട്ടോ, ഇത് ജർമ്മനിയിൽ നിന്നുള്ള നെയിൽ പോളിഷാണ്. അനിയത്തി കട്ട് ചെയ്താ. അനിയത്തിയുടെ ഫ്രണ്ട് ജർമ്മനി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളോട് എന്താ വേണ്ടെന്ന് വെച്ചപ്പോൾ അവൾ പറഞ്ഞു നെയിൽ പോളിഷ് മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് നെയിൽ പോളിഷ് കൊണ്ടുവന്നിട്ടുണ്ടായി. അതിലെനിക്കൊരു ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയത് ഈ കളറാണ്. പിന്നെ കുറേ ഇങ്ങനെ പോണില്ല, പെട്ടെന്ന് നെയിൽ പോളിഷ് പോവുകയില്ല കേട്ടോ. അത്രയും ക്വാളിറ്റിയും ഉണ്ട്. നല്ല ഡ്രസ്സല്ലേ കാണാനായിട്ട്, നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വേറെയും കുറേ കളേഴ്സ് ഉണ്ടായിരുന്നു. ഗ്രീന്, ചോക്ലേറ്റിൻ്റെ കളറ്. അപ്പം ഞാൻ ഗ്രീനിൻ്റെ കാലിലടിച്ച്, ഇത് കയ്യിലടിച്ച്. അപ്പം നമ്മുടെ ഷവർമ കിട്ടിയിട്ടുണ്ട്. നമുക്ക് പോവാം, വീട്ടിൽ പോയി. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ലാസ്റ്റത്തെ പീസാണ് കേട്ടോ. ഇത് കീ ചെയിൻസ് അല്ല, ഇത് നമ്മള് ഇതിലൊക്കെ വെക്കണതാ. ഈ
രസമില്ലേ? അങ്ങനത്തെ ഇഷ്ടം പോലെ ഉണ്ടാവും. 1000 സംതിങ് ഉള്ളൂ. വേറെ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവര് കാണിച്ചു. അപ്പൊ നമ്മള് പോത്തീസി പോയിട്ടുണ്ടായിരുന്നു. ഒന്ന് നോക്കട്ടെ കേട്ടോ ഡ്രസ്. അപ്പൊ നമ്മള് പോത്തീസി പോയിട്ടുണ്ടായി. പക്ഷെ അവര് വീഡിയോ എടുക്കാനായിട്ട് സമ്മതിക്കുന്നുണ്ടായില്ല. കേറി ചെന്നപ്പോ തന്നെ സെക്യൂരിറ്റി പറഞ്ഞ് വീഡിയോ എടുക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് അകത്ത് ചെന്നിട്ടും പറഞ്ഞ് വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞായിരുന്നു. കൊറേ സാരീസ് ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ പോത്തീസിൽ ഒരുപാട് ബ്ലൗസിന്റെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. നമ്മൾ തന്നെ ഞെട്ടിപ്പോയി. അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിയത് എന്തൊക്കെയാന്ന് നോക്കാം. അവിടെ നിന്ന് ഈ ഒരു ഇത്രയുള്ള ഒരു ബുഷ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു റിമൂവർ, നെയിൽ റിമൂവർ വാങ്ങിച്ചു. പിന്നെ ഒരു നെയിൽ പോളിഷ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ക്യൂട്ട് ആയിട്ടുള്ള ഒരു കീ ചെയിൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. പിന്നെ ഇതുപോലെ 2 കീ ചെയിൻസ് ഒക്കെ. ഇത് ലച്ചൂനാണ് കേട്ടോ അതൊക്കെ. ഇനി നമുക്ക് ഓരോന്ന് നോക്കാം. ഇന്ന് അധികം തിരക്കുണ്ടായില്ല, കാരണം ഓണമൊക്കെ കഴിഞ്ഞല്ല. ഫസ്റ്റത്തെ ഇതെന്താ, പിന്നെ ഫ്രിഡ്ജിൽ വെക്കാനുള്ള 2 ബോക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അത് നമ്മ ഓൾറെഡി എടുത്ത് വെച്ച്. പിന്നെ അമ്മ ഒരു സാരി വാങ്ങിയിട്ടുണ്ടായി, കാണിച്ചു തരാം. അമ്മ എടുക്കാൻ പോയതൊന്നുമല്ല, സാരി കണ്ടപ്പോ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ചുങ്കിടി സാരി, ഭയങ്കര ഭംഗിയാണ് കേട്ടോ. റെഡ്, ഇതിന്റെ പല കളേഴ്സ് ഉണ്ട് കേട്ടോ. ഗ്രീനും ബ്രൗണും അങ്ങനെ മിക്സ് ചെയ്തിട്ട് 2 കളറുള്ളതൊക്കെ ഉണ്ട്. ഇതാണ് അമ്മ മേടിച്ചേക്കുന്ന സാരി. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതില് ബ്ലൗസ് ഉണ്ട്, പക്ഷെ അമ്മ വേറെ എടുത്തു. 2x2 ഒരു തുണി എടുത്തു. അപ്പൊ നല്ല ഭംഗിയുണ്ട്. നല്ല റെഡും ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിന്റെ റേറ്റ് വന്നിട്ട് 1200 അത്ര എന്തോ ഉള്ളൂ കേട്ടോ. നോക്കട്ടെ, ഞാൻ പറഞ്ഞത്. ഇതിന്റെ റേറ്റ് വന്നിട്ട് 1285 രൂപയുള്ളൂ കേട്ടോ ഈ സാരിയുടെ. ഭയങ്കര ഭംഗിയാട്ടോ സാരി, ഭയങ്കര കംഫോർട്ടും ആണ്. ഇതുണ്ടോ മുന്താണി? ഞാൻ നോക്കിട്ട് മുന്താണിയില് ഇങ്ങനെ സൈഡിലൊക്കെ ഒരു ഇതുപോലെ ബോൾസ് ഒക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. മുന്താണി നോക്കട്ടെ കേട്ടാ. മുന്താണി വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടാ. ഭയങ്കര ഭംഗിയില്ലേ, ഭയങ്കര കംഫോർട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിന്റെ പച്ച അങ്ങനെ പല കളേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ റെഡ് എടുക്കാന്ന് വിചാരിച്ചു. അമ്മയ്ക്ക് റെഡ് അങ്ങനെ ഇത്തിരി കുറവാണ്. എപ്പോഴും അമ്മയ്ക്ക് ബ്ലാക്ക്, ഗ്രീൻ, ബ്ലൂ അങ്ങനെ. അപ്പം ഇത് സൂപ്പർ സാരിയുമാണ്. നമുക്ക് ഈ ഓഫീസിലൊക്കെ പോവില്ലേ, പിന്നെ ടീച്ചർമാർക്കൊക്കെ സുഖമായിട്ട് ഡെയിലി വെയർ ചെയ്യാൻ പറ്റിയ ഭയങ്കര കംഫർട്ടാ. ചൂടൊന്നും എടുക്കൊന്നുമില്ല. അങ്ങനത്തെ നല്ലൊരു സാരി. അപ്പൊ അതിന്റെ ബ്ലൗസ് വന്നിട്ടത്. പിന്നെ കൊറേ ബ്ലൗസ് പീസുകളാ മേടിച്ചത്. ഇത് കണ്ടില്ലേ, ഇങ്ങനത്തെ കൊറേ ബ്ലൗസ് ബ്രൊക്കേഡിന്റെ ഒക്കെ. ഞാന് ഒരു ഇത് പറയണുണ്ടായി, വീഡിയോ എടുത്ത ബ്ലൗസിന്റെ ഒരു കാര്യം പറയണുണ്ടായി. ബ്ലൗസ് ബ്രൊക്കേഡ് എന്നാ പറഞ്ഞത്. അത് ഇടരുത് കേട്ടോ. ഡിസൈനർ ബ്ലൗസ് ആണ്, മാറിപ്പോയി പറഞ്ഞത്. കണ്ടത് മീറ്റർ പറഞ്ഞത് 122 രൂപയുള്ളൂ കേട്ടോ. ഇങ്ങനത്തെ പല വെറൈറ്റി നമുക്ക് ഇങ്ങനെ സാരിക്കൊക്കെ. ഇതിപ്പോ അനിയത്തിക്ക് സെറ്റ് മുണ്ടിന് വേണ്ടി മേടിച്ചേക്കണേണ്. ഞങ്ങള് സെറ്റ് മുണ്ടായിട്ട് പോയിട്ടുണ്ട്. പിന്നെ കൊറേ ഇങ്ങനത്തെ പീസ് ബ്ലൗസ് തുണിയൊക്കെ മേടിച്ചു. ഇത്രയും ബ്ലൗസ് തുണിയൊക്കെ എല്ലാരും സാരിയൊക്കെ കൊണ്ടുവന്ന് കൊടുത്തതും പിന്നെ അമ്മ എടുത്തതുമായിട്ടുള്ള സാരികളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ബ്ലൗസ് തുണി. അടുത്തത് ആംബുലൻസ് ആണ്. അടുത്തത് വന്നിട്ട് അമ്മായിക്ക് ഒരു സാരി മേടിച്ചാണ് കേട്ടോ അമ്മ. അതും അതെ കേട്ടോ, നല്ല ഭംഗിയാ കാണാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഇതിങ്ങനെ ഉണ്ടാ വന്നത് കണ്ട. ഇത് മുന്താണി കണ്ട. മുന്താണി വന്നിട്ട് ഇങ്ങനെ. പിന്നെ ഇതാണ് ഫുള്ള് ഓറഞ്ച്. ഇതിൽ ചെറിയ ചെറിയ എന്താ പറയാ ഗോൾഡന്റെ കുഞ്ഞു വർക്ക് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് സാരി കാണാനായിട്ട്. ഇഷ്ടപ്പെട്ട? അപ്പൊ അമ്മായി വരുമ്പോ കൊടുക്കാനായിട്ടാണ് കേട്ടോ. ബ്ലൗസ് പീസ് ഉണ്ട്. ബ്ലൗസ് പീസ് ഇതാണ് വരുന്നത്, പക്ഷെ അതത്ര പോരാ.
അമ്മ ബ്ലൗസ് പീസ് എടുത്തിട്ടുണ്ട്. ഇതാ എടുത്തേക്കണത്. ഈ ഒരു കളറിന് മാച്ച് ചെയ്ത പോലെ എടുത്തേക്കണം. മാച്ചിങ് ആണെന്ന് തോന്നണം. അപ്പൊ ഇത്രയാണ് നമ്മൾ പോത്തീസ് മേടിച്ചത്. പിന്നെ ഫ്രിഡ്ജിൽ വെക്കാനുള്ള പാത്രങ്ങള്, പൊടിയിടാനുള്ള പാത്രങ്ങള്, അതൊക്കെ വാങ്ങിയിട്ടുണ്ടായി. ബക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ബക്കറ്റ്, നല്ല സ്ട്രോങ് ബക്കറ്റ്. 2 ബക്കറ്റ് മേടിച്ചു. പിന്നെ അതൊന്ന് മടക്കി വെക്കട്ടെ. കണ്ടില്ലേ, സാരി മൊത്തം ഇങ്ങനെ വരുന്നത്. ഈ കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബ്ലൗസ് പീസ് വേണ്ട, ബ്ലൗസ് പീസ് അത്ര പോരാ. അപ്പൊ അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതെന്താണോ പോത്തീസിൽ അവര് വീഡിയോ എടുക്കാൻ സമ്മതിച്ചത്. അല്ലെങ്കിൽ നിങ്ങക്ക് ഒരുപാട് സാരീസ് ഞാൻ കാണിച്ചു തരാലോ എന്ന് വിചാരിച്ചു. ചുങ്കിടിയുടെ ഒരുപാട് വെറൈറ്റി ചുങ്കിടി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മള് ഈ ചെക്ക് ഫുള്ള് കസവൊക്കെ വന്നിട്ടുള്ള സാരി ഉണ്ട്. ഗോൾഡൻ കസവ് ഫുള്ള് വന്നിട്ട് വലിയ കരയൊക്കെ ഇട്ട് അതിന്റെ പല കളറിലൊക്കെ. പക്ഷെ അതും ഈ പറഞ്ഞ പോലെ 1500 ഒക്കെ ഉള്ളില് നിക്കണതാണ് കേട്ടോ ആ സാരിയൊക്കെ. അപ്പം മറക്കാൻ പറ്റില്ല. അപ്പം 1500 ഉള്ളിൽ നിൽക്കുന്ന സാരികൾ ഇഷ്ടം പോലെ അടിപൊളി. പിന്നെ വീട്ടിലെടുക്കാൻ പറ്റിയ ഓയിൽ സാരികള് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഓയിൽ സാരികൾ ഉണ്ടായി. 500, 600 അത്രയും രൂപയൊക്കെയുള്ള സാരികളൊക്കെ ഉണ്ടായി. അമ്മ തയ്ച്ചു കഴിഞ്ഞാടാ? അമ്മ എടുത്തിട്ടില്ല. എന്ത് മോനെ, ആ പൊടികളുടെ പാത്രമൊക്കെ അമ്മമ്മ എടുത്തു വെച്ചാ? എവിടെ എടുത്തു? വേണ്ട, പൊടിയിടാനുള്ള പാത്രമാണ്. ഇത്രേ ഉള്ളൂ. പക്ഷെ ഇത്രയും വാങ്ങിയപ്പോ തന്നെ ഒരുപാട് കാശ് ചെലവായി. അമ്മായി ഇന്ന് വരാന്ന് പറയണുണ്ട്. അപ്പൊ അമ്മായി വരുമ്പോ കൊടുക്കാലോ. അപ്പൊ നിങ്ങൾ ഇതിൽ ഏത് സാരി ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ കമന്റ് ചെയ്യണം കേട്ടോ. 550 ഇതെന്താ ഇപ്പോഴും ശരിയായിട്ടില്ല. ബ്ലൗസ് തുണി ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വരും. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇത് രണ്ടും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് നമുക്ക് ഡെയിലി വെയർ ചെയ്യാം. പച്ച, നീല, അതുപോലെ കോഫി പൗഡറിന്റെ കളറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് ഭീമ സിൽവറിൽ പോയിട്ടുണ്ടായിരുന്നു. എന്റെ ഈ ഒരു ബാങ്കിൽ അവിടെ നിന്ന് വാങ്ങിയതാ. കഴിഞ്ഞ ആഴ്ച വാങ്ങിയതാ. അമ്മ ഓണത്തിന് ഗിഫ്റ്റ് തന്നതാ. പക്ഷെ അതിന്റെ ലോക്ക് ഇതായിട്ട് പിന്നെ ഞാൻ ചെയ്തോണ്ടും കൂടി അങ്ങോട്ട് പോയിട്ടുണ്ടായി. പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അത് അവർ ശരിയാക്കി തന്നു. അതെന്തോ എന്തോ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരുപാട് വീഡിയോ അവിടെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. ഈ ഒരു ബുഷിന്, ഇത്രയും ബുഷിന് വന്നിട്ട് 60 രൂപയാണ് കേട്ടാ. കുട്ടികൾക്ക് പറ്റിയത് അടിപൊളിയാണ്. പിന്നെ എനിക്കൊരു ലിപ് ബാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പൊ അത്രേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. ഇനി കുറച്ച് പണികളുണ്ട്. ഇത് എന്താ പറയാ, ഇതാണ് കേട്ടോ നമ്മള് ഓണത്തിന് വാങ്ങിയ ഫ്രിഡ്ജാണ് കേട്ടോ. ഇത് സേതുകൊണ്ട് അത്രയും പൊക്കമുണ്ട് കേട്ടോ. നല്ല ഹൈറ്റ് ആണ്. ബോഷിന്റെ ആണ്. പിന്നെ ഇത്രയും സ്ഥലമുണ്ട്. നമുക്ക് സ്പേസ് കിട്ടും കേട്ടോ. ഫ്രീസറിലൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ താഴെ നമ്മള് ഇത് ഫ്രിഡ്ജിൽ വെക്കാനുള്ള ബോക്സ് ഒന്നും വാങ്ങിയിട്ടില്ല. എല്ലാം മേടിക്കണം. നമുക്ക് ഓർഗനൈസർ എല്ലാം മേടിക്കണം. അപ്പൊ ഇതുപോലെയാണ് കേട്ടോ ഫ്രിഡ്ജ് എല്ലാം. നമ്മളിപ്പോ കവറിലാണ്. പിന്നെ ഓണം വന്നപ്പോ ഒരുപാട് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഈ സൈഡിൽ ഇങ്ങനെയാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. ഇനി നമ്മള് ഈ ഫ്രിഡ്ജിൽ വെക്കണ പച്ചക്കറിയൊക്കെ വെക്കണ ബോക്സ് ഒക്കെ വാങ്ങി, പച്ചക്കറിയൊക്കെ വെക്കണ ബോക്സ് ഒക്കെ വാങ്ങിയിട്ട് നമുക്ക് സെറ്റ് ആക്കണം ഫ്രിഡ്ജ്. അപ്പൊ അതേ തക്കാളി ചോറ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ലച്ചുവിന് കണ്ടില്ലേ. ഇനി കുറച്ച് തൈര് നമുക്ക് ഇട്ട് കൊടുക്കാം. ഭയങ്കര ഇഷ്ടം തൈര് എടുക്കാം. തൈരും കൂടി ഇട്ട് കൊടുക്കാം. ഭയങ്കര ഇഷ്ടം തൈര്. ഉണക്കമീൻ വേണോ ലച്ചുവിന്? എന്താ അത്? ഇതാണ് കേട്ടോ ലച്ചുവിന്റെ തൈര് ചോറ്. തൈരിൽ ഞാൻ ഉപ്പിട്ടിട്ടുണ്ടായി. ലച്ചുവിന് ഉണ്ടാക്കി കൊടുക്കാം. ഇതാണ് നമ്മുടെ ലച്ചുവിന്റെ കഴിച്ചു നോക്കിയ ലച്ചു. അപ്പൊ
അപ്പൊ അവൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് കേട്ടോ പറയണത്. ഞാനും ഇനി ചോറ് വിളമ്പട്ടെ. അപ്പൊ അതേ ഞാനും കഴിക്കാൻ പോവാ. ഇത് മുളകൂഷ്യോ എന്ന് പറയും. കുമ്പളങ്ങയും ഉണക്കമീനും ഒക്കെ ഇട്ടിട്ടുള്ള കറിയാ. എനിക്ക് ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കറി. വളരെ സിമ്പിളാണ്. ഇവിടെ വരുമ്പോ എനിക്ക് ഇഷ്ടമെന്ന് പറയുമ്പോ അമ്മ ഉണ്ടാക്കി തരും കേട്ടോ. കുമ്പളങ്ങയും മീൻ ഇതിൽ കുറച്ചൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. മീനിന്റെ തല അങ്ങനെയുള്ള കാര്യങ്ങളെ ഉണ്ടാവുള്ളൂ. കറി എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ ഉണക്കമീൻ വറുത്ത് വെച്ചിട്ടുണ്ടായി. അമ്മ വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് പോയിട്ടുണ്ടായി. മാന്തളുണ്ട്, എന്താ പറയാ, അയിലുണ്ട്. പിന്നെ അത് രണ്ടുമായിട്ട് എടുത്തേക്കണത് കണ്ട. അപ്പം ഇത് കുട്ടി കഴിക്കട്ടെ കേട്ടാ. ആരുമില്ല, ഞാനും ലച്ചു ഉള്ളൂ. അപ്പൊ ഞങ്ങള് വേഗം കഴിക്കട്ടെ. ലച്ചു ഓൾറെഡി കഴിക്കാൻ തുടങ്ങി. ലച്ചുവിന് ചോറ് കഴിച്ചിട്ട് ഐസ്ക്രീം കൊടുക്കാന്നുണ്ടായിരുന്നു. അതൊക്കെയാണ്. എന്നിട്ട് വേണം നമുക്ക് ഇവിടേക്ക് ഒന്ന് നീറ്റ് ആക്കണം. അങ്ങനെ കുറെ പരിപാടികളുണ്ട്.